17, 18, 19 നൂറ്റാണ്ടുകളിൽ ശക്തമായ സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടുകൂടി ഭ്രൂണശാസ്ത്രജ്ഞർ കണ്ടെത്തിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ബീജത്തെയും അണ്ടത്തെയും ബീജവും അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡത്തെയും സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന അടിസ്ഥാന കോശങ്ങളെയും ഈ അടിസ്ഥാന കോശങ്ങൾ വ്യത്യസ്ത അവയവങ്ങളായി രൂപാന്തരം പ്രാപിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളെയും ശക്തമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ കെൽപ്പുള്ള സബ്മെറീൻസ് ഉപയോഗിച്ച് മാത്രം കണ്ടെത്തിയിട്ടുള്ള മഹാസാഗരങ്ങളുടെ ആഴങ്ങളിലെ ഭയാനകമായ അന്ധകാരങ്ങളെയും പ്രപഞ്ചത്തിന്റെ ആരംഭത്തെയും എല്ലാം സംബന്ധിച്ച് ഖുർആൻ ഉണർത്തുന്നുണ്ട്. ഖുർആന്റെ ഭാഷാ പ്രയോഗമുണ്ട്. കണക്കുകളുടെ ഒരുപാട് അമാനുഷികതയും അത്ഭുതങ്ങളുമുണ്ട്. ഇതിൽ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. 24-ാം അധ്യായത്തിലെ 40-ാം വചനം, ഔ കളുലുമാത്തിൻ ഫീ ബഹറിൻ ലുജീൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് ളുലുമാത്തുൻ ബൗലുഹാ ഫൗക ബൗലിൻ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. ശ്രദ്ധിക്കുക, അവിശ്വാസികളുടെ ചേതികൾ ആഴമേറിയ സാഗരങ്ങളിലെ അന്ധകാരങ്ങൾ പോലെയാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ആ അന്ധകാരങ്ങളുടെ മേൽ തിരമാല, അതിന്റെ മേൽ തിരമാല, അതിന്റെ മേൽ മേഘങ്ങൾ, അങ്ങനെ ഒന്നിന്റെ മീതെ ഒന്നായി വിവിധ തരം അന്ധകാരങ്ങൾ. ഒരുവൻ തന്റെ കരങ്ങൾ പുറത്തേക്ക് നീട്ടിയാൽ അവന് ആ സ്വന്തം കൈ കാണുവാൻ കഴിയില്ല. അത്ര ഭയാനകമായ അന്ധകാരം. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അയാൾക്കൊരു പ്രകാശവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിലാണ് ജീവിച്ചത്. സാഗരത്തിൽ നീന്തിയിട്ടുണ്ടെന്ന് നമുക്ക് തെളിവില്ല. ഇനി നീന്തി എന്ന് കരുതുക, മുങ്ങിക്കുളിച്ചെന്ന് കരുതുക, എങ്കിൽ പോലും 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചൊരു വ്യക്തിയാണെങ്കിലും ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു 4 നില അല്ലെങ്കിൽ 5 നിലയുടെ ആഴത്തിലേക്ക് നമുക്ക് വെള്ളത്തിൽ ഉപകരണങ്ങളില്ലാതെ മുങ്ങുവാൻ കഴിയും. ഖുർആൻ പറയുന്ന അന്ധകാരം 200 മീറ്ററുകൾക്ക് ആഴത്തിലുള്ളതാണ്. അതായത് 65 നില കെട്ടിടങ്ങളുടെ ആഴത്തിലുള്ള അന്ധകാരമാണ്. യഥാർത്ഥ അന്ധകാരത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതെ വരണമെങ്കിൽ 1000 മീറ്ററുകളോളം ആഴത്തിലുള്ള അന്ധകാരത്തെ സംബന്ധിച്ചാണ്. ഇനി ഒരു വാദത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അനുമാനം, സാഗരത്തിന്റെ ആഴങ്ങളിൽ അന്ധകാരമുണ്ടെന്ന് അനുമാനിച്ച് പറഞ്ഞതാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആ വിവരണം ഒന്ന് ശ്രദ്ധിക്കുക. സാഗരങ്ങളുടെ ആഴങ്ങളിലുള്ള അന്ധകാരങ്ങളെ തിരമാലകൾ മൂടുന്നു. അതിന്റെ മുകളിൽ തിരമാല, അതിന്റെ മുകളിൽ മേഘങ്ങൾ. ഇതിൽ എന്റെ മുൻപിലിരിക്കുന്ന സദസ്സിൽ ഒട്ടനവധി ആളുകൾ വിമാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. വിമാനത്തിന്റെ ജാലകത്തിലൂടെ നാം ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ പർവ്വതങ്ങൾ പോലെ മേഘങ്ങൾ കാണാം. സൂര്യപ്രകാശം ഈ മേഘങ്ങളിൽ തട്ടിച്ചിതറുന്നു. 30% പ്രകാശം അപ്പോൾ തന്നെ നഷ്ടപ്പെടുകയാണ്. പിന്നെ അവിടുത്തെ പൊടിപടലങ്ങളും വെള്ളത്തിന്റെ അംശങ്ങളുമെല്ലാം 19% പ്രകാശത്തെയും വലിച്ചെടുക്കുന്നു. അപ്പോൾ 49% സൂര്യപ്രകാശം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളത് സാഗരത്തിന്റെ ഉപരിഭാഗത്തിലുള്ള തിരമാലകളിൽ എത്തുമ്പോഴേക്കും 30% നഷ്ടപ്പെടുന്നു. ഉപരിഭാഗത്തുള്ള തിരമാലകളിൽ സൂര്യപ്രകാശം തട്ടിച്ചിതറുന്നു. 5% പിന്നെയും നഷ്ടപ്പെടുന്നു. ബാക്കിയുള്ള പ്രകാശമാണ് സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് വരുന്നത്. അതിലുള്ള മോളിക്യൂൾസുകൾ പ്രകാശത്തെ ഛിന്ന ഭിന്നമാക്കുന്നു, ചിതറിക്കുന്നു. വ്യത്യസ്ത നിറങ്ങൾ 7 നിറങ്ങളായിട്ട് അത് ചിതറുന്നു. ഏകദേശം 50 മീറ്റർ കഴിയുമ്പോഴേക്കും ചുമപ്പ് നിറം, റെഡ്, പ്രകാശത്തിന് നഷ്ടപ്പെട്ട് കാണും. 50 മീറ്ററിന്റെ അടിയിൽ വെച്ച് നമ്മുടെ കൈ മുറിഞ്ഞാൽ ഒരു ദ്രാവകമാണെന്ന് മനസ്സിലാക്കാം, ചുവപ്പ് കളർ ഉണ്ടാകില്ല, നിറമുണ്ടാകില്ല. ഒരു 100 മീറ്റർ കഴിയുമ്പോൾ പച്ച നിറം നഷ്ടപ്പെടും. പിന്നെയും പ്രകാശം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സാഗരത്തിന്റെ ആഴങ്ങളിൽ ഭയാനകങ്ങളായ തിരമാലകളുണ്ട്. ഇന്നോവേവ്സ്, മൈലുകൾ കണക്കിനാണ് നീളം. പർവ്വതങ്ങളെ പോലെ വലിപ്പമുള്ള തിരമാലകൾ. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ഉപകരണങ്ങൾ കൊണ്ട് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയതാണ്. അതിലും തട്ടിച്ചിതറുന്നു. അതിന്റെ അടിയിലുള്ള 200 മീറ്ററുകൾക്കടിയിലുള്ള, അതായത് 670 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ ആഴങ്ങളിലുള്ള അന്ധകാരമാണ്. പിന്നെയും വെളിച്ചത്തിന്റെ, പ്രകാശത്തിന്റെ ചെറിയ അംശങ്ങൾ ഉണ്ടാകാം. 1000 മീറ്ററുകൾക്ക് ആഴത്തിൽ ഒന്നും തന്നെയില്ല, കൂരിരട്ട്. ഒരുവൻ തന്റെ കരങ്ങൾ പുറത്തേക്ക് നീട്ടിയാൽ കാണുമാറാകയില്ല. ശക്തമായ സൂക്ഷ്മദർശിനി കൊണ്ട് മാത്രം കണ്ടെത്തിയിട്ടുള്ള അന്ധകാരം എങ്ങനെയാണ് 1400 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല, ആ വിവരണം അന്ധകാരങ്ങളുടെ മേൽ തിരമാല,
അതിന്റെ മേൽ തിരമാല, ഇന്നർ വെയിറ്റ്സ്, അതിന്റെ മുകളിൽ തിരമാല, ഉപരിതലത്തിലുള്ള തിരമാല, അതിന്റെ മുകളിൽ മേഘങ്ങൾ. ഇന്നഹുല തൻസീലു റബ്ബിൽ ആലമീൻ. ആരും പറഞ്ഞു പോകും, ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വേദഗ്രന്ഥമാണ് എന്ന്. ഈ ഖുർആൻ പഠിക്കുകയും ഉൾക്കൊള്ളുകയും നാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട, തുറന്ന മനസ്സോടുകൂടി ഖുർആനെ വിലയിരുത്തുന്ന ആരും അംഗീകരിക്കും ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണെന്നും ഇസ്ലാം യഥാർത്ഥ ദൈവിക ദർശനമാണെന്നും. പക്ഷെ ഈ തുറന്ന മനസ്സോടുകൂടി സത്യം അന്വേഷിക്കുകയും തേടുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർ എക്കാലഘട്ടത്തിലും ന്യൂനപക്ഷമായിരുന്നു. മഹാഭൂരിപക്ഷവും തങ്ങൾ വിശ്വസിക്കുന്ന മത ദർശനത്തിൽ അന്ധമായി അള്ളിപ്പിടിക്കുന്നവരാണ്. അവർ ഇസ്ലാമിനെയും ഖുർആനെയും പ്രവാചകനെയും മനസ്സിലാക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും സാമ്പത്തിക ഇടപാടുകളിലൂടെയും ആയിരിക്കും. അനാഥത്വം എന്ന് പറയുന്നത് നിസ്സഹായതയുടെ പാരമ്യമാണ്. പ്രവാചകന്റെ ജീവിതം ആരംഭിച്ചത് അപ്രകാരമാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉയർച്ചയുടെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറാനുള്ള വലിയൊരു തടസ്സമാണ്. പ്രവാചകൻ ജീവിച്ചത് ദരിദ്രനായിട്ടായിരുന്നു. 40 വയസ്സ് വരെ സാധാരണക്കാരനായി ജീവിച്ച ആ വ്യക്തി 40-ാം വയസ്സിൽ പ്രബോധനം ആരംഭിച്ച് ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിനുള്ളിൽ അടിമകൾ മുതൽ മക്കയിലെ പ്രമാണിമാർ വരെ ഈ വിശ്വാസം സ്വീകരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പുലർത്തിയ സത്യസന്ധതയും ആത്മാർത്ഥതയും വാക്കിലും പ്രവൃത്തിയിലും സമീപനങ്ങളിലുമുള്ള സൗമ്യതയുമായിരുന്നു.